ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ 3-ാമത്തെ എപ്പിസോഡ് കടക്കുകയാണ്. എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് ഒരു കഥ രൂപേണ നമുക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാം. ഒരു പ്രൊഫസർ തൻ്റെ ദീർഘനാളത്തെ സേവനത്തിന് ശേഷം പ്രൊഫഷണൽ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ റിട്ടയർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം ആ സമയത്ത് പഠിപ്പിച്ചിരുന്ന ഫസ്റ്റ് ഇയർ തൊട്ട് ലാസ്റ്റ് ഇയർ വരെ ഉള്ള കുട്ടികളെയും അതുപോലെ തന്നെ മുമ്പ് അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കുട്ടികളെയുമായി ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. കോണ്ടാക്ട് ചെയ്യാൻ കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ അടുത്ത്, ഞാൻ റിട്ടയറിന് ശേഷം 20 കൊല്ലം കഴിഞ്ഞ് ഞാൻ നിങ്ങളുമായി അല്ലെങ്കിൽ നമുക്ക് ഒരു മീറ്റിംഗ് ഓൾ ടുഗദർ സംഘടിപ്പിക്കണം, ഞാൻ ജീവിച്ചിരിക്കണ്ടെങ്കിൽ. അങ്ങനെ ആ അധ്യാപകൻ ടൈം ബീങ് ചെറിയ സെൻഡ് ഓഫ് കഴിഞ്ഞ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു. 20 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഈ അധ്യാപകൻ തന്നെ, റിട്ടയർ ചെയ്ത അധ്യാപകൻ തന്നെ 20 കൊല്ലം മുമ്പ് പറഞ്ഞ പോലെ മുമ്പ് പഠിപ്പിച്ച കുട്ടികളെയും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫിനെയും എല്ലാവരുമായി കണക്ട് ചെയ്ത് ഒരു ഡേ ഫിക്സ് ചെയ്തു. എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേരും, ഗെറ്റ് ടുഗെദർ. അപ്പോൾ 10-30 കൊല്ലം മുമ്പ് പഠിപ്പിച്ച കുട്ടികളടക്കേണ്ടതില്ലേ? വലിയൊരു മൈതാനം പോലത്തെ ഒരു സ്ഥലത്താണ് ഇവരുടെ ഗെറ്റ് ടുഗെദർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അത് ഒതുങ്ങില്ല, 10,000-6,000 കുട്ടികളുണ്ടാവും. അങ്ങനെ ആ ഡേ വന്നു. ക്ഷണിച്ചിട്ടുള്ളതിൽ ഒരു 90-95% കുട്ടികളും അല്ലെങ്കിൽ മെമ്പേഴ്സും വന്നു. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം സ്റ്റാർട്ട് ചെയ്തു. ഈ പ്രൊഫസർ എല്ലാ ക്ലാസ്സിലും പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ടേം 2 പ്രാവശ്യം വളരെ സ്ട്രെസ് ചെയ്ത് പറയും. എങ്ങനെയെങ്കിലും ആ 2 വാക്ക് അദ്ദേഹം ആ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തും. പല കുട്ടികൾക്കും അതിൻ്റെ എന്തിനാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയണ ഓരോ പീരീഡിൽ നിന്നും മനസ്സിലായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയും, ഞാനിത് റിട്ടയർ ചെയ്ത് 20 കൊല്ലം കഴിഞ്ഞ് നമുക്ക് കാണാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ രൂപേണ ചോദിക്കും. അതൊക്കെ അന്ന് നടന്ന സംഭവങ്ങളാണ്. അതിന് ഗെറ്റ് ടുഗെദർ ദിവസം ഈ റിട്ടയർ ചെയ്ത പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ സദസ്സിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ പ്രശ്നം, ഇഷ്യൂ എന്താണ്? നിങ്ങൾ ആൻസർ വോക്കലായിട്ട് പറയണ്ട, ഞാൻ ഒരു ബിറ്റ് ഓഫ് പേപ്പർ സപ്ലൈ ചെയ്യാം, പേന നിങ്ങൾ കൊണ്ടുണ്ടാവുമല്ലോ, അതിൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരു പ്രശ്നം, മോസ്റ്റ് ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം, ജസ്റ്റ് ആ വേർഡ് ഒന്ന് എഴുതുക. അങ്ങനെ അത് എഴുതി കളക്ട് ചെയ്തു. അപ്പം അതിനൊക്കെ ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. വലിയ സമയം കളയാതെ കളക്ട് ചെയ്ത് അതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ട്രേയിൽ വെച്ചു. ഇപ്പോൾ റിട്ടയർ ചെയ്ത പ്രൊഫസർ ഒന്നും നോക്കിയിട്ടില്ല. എന്നിട്ട് പ്രൊഫസർ കുട്ടിയുടെ അടുത്ത് പറയാണ്, സദസ്സിൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ ഭൂരിപക്ഷം പേരും എഴുതിയ ആ ബിറ്റ് ഓഫ് പേപ്പറിൽ ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എം എന്നല്ലേ? ഇതൊരു ക്വസ്റ്റ്യൻ രൂപയാണ് സദസ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്.
ഓൾമോസ്റ്റ് 95% അതിന് ആൻസർ പറഞ്ഞു യെസ്. അപ്പോൾ സ്റ്റേജ് മേക്കുന്ന ഒരു വ്യക്തി പ്രൊഫസറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയാണ് പ്രൊഫസറിന് മനസ്സിലായത്? അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, ഞാനും ഇതേ പ്രശ്നം സോൾവ് ചെയ്ത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അത് സോൾവ് ചെയ്യാം ഏറ്റവും എഫിഷ്യൻ്റായി, അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു വാക്കാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ ക്ലാസ്സിലും 2 പ്രാവശ്യം മനഃപൂർവ്വം കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പം ഏതാണ് ആ വാക്ക്? ആ വാക്ക് മറ്റൊന്നുമല്ല, അതിൻ്റെ പേരാണ് മെയിൻ്റനൻസ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സ്ക്രീൻ വന്നിട്ടുണ്ടാവും, അതിൽ ആ ഹെഡിങ് വന്നിട്ടുണ്ടാവും മെയിൻ്റനൻസ്. എന്താണ് മെയിൻ്റനൻസ്? എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ആ സ്ക്രീനിൽ ബോട്ടത്തിൽ ബ്ലൂ കളറിൽ എഴുതി വെച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് മീൻസ് പ്രിസർവിങ് ഓൺ ദ സെയിം ലെവൽ. പ്രിസർവിങ് ഓൺ ദ സെയിം ലെവൽ, അതാണ് മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് ലൈഫിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ? അതിനൊരു കമ്പാരിസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാറ് അല്ലെങ്കിൽ കോസ്റ്റ്ലി വെഹിക്കിൾ വാങ്ങിക്കാം. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്, ടാക്സ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ചാർജ്, ഫാസ്ടാഗ്, ഇൻഷുറൻസ്, ഇത് മുഴുവൻ നമ്മൾ അടയ്ക്കണം. കാറിൻ്റെ വില പുറമെ. അത് നമ്മൾ കാർ വാങ്ങിച്ച് കാറ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇത് നമുക്ക് ഓടിക്കണം. ഓടിക്കാനായിട്ട് ഫ്യൂവൽ വേണം. അത് പെട്രോളോ ഡീസലോ ഇലക്ട്രിസിറ്റിയോ CNG ഹൈഡ്രജനോ ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ. ഇപ്പോൾ ഫ്യൂവൽ വേണം, ബാറ്ററി വേണം, കൂളൻ്റ് വേണം. അപ്പം ഇങ്ങനെ നമ്മൾ വാങ്ങിച്ച് വളരെയധികം കാശ് കൊടുത്ത് വാങ്ങിച്ച കാറ് ഓടണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വേണം. അങ്ങനെ നമ്മൾ ഓടിക്കുകയാണ് കാർ. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ എയർ അല്ലെങ്കിൽ അത് കുറയും, ഫ്യൂവൽ കുറയും, പിന്നെ അത് ഇടയ്ക്ക് സർവീസ് ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ ഫങ്ഷണൽ ഡെഫിഷ്യൻസി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കാറാണെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഏത് സാധനവും നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അത് വെൽത്ത് ആവാം, ഹെൽത്ത് ആവാം, മെൻ്റൽ പീസ് ആവാം, ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ. അതിന് മറ്റൊരു കമ്പാരിസൺ ഞാൻ ഈ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവിടെ എക്സാംസ് ആണ് അതിനെക്കുറിച്ച് കൊടുത്തിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ളൊരു എക്സാമ്പിൾ. എക്സാംസ് അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 എക്സാമാണ് ഒരു കുട്ടിക്ക് ആ കൊല്ലം നടന്നിട്ടുള്ളത്. അതിൽ 4 സബ്ജക്റ്റിൻ്റെ മാർക്കാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓരോ എക്സാമും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇതിൻ്റെ മാക്സിമം മാർക്ക് ഓരോ പരീക്ഷയ്ക്കും 100 ആണ്. 4 സബ്ജക്റ്റുകൾ, 5 എക്സാം, 5ാമത്തെയാണ് ഫൈനൽ എക്സാം, ആനുവൽ എക്സാം, 4 സബ്ജക്റ്റുകൾ. നമ്മൾ ആദ്യത്തെ എക്സാം നോക്കിയാലേ അതിൽ 4 സബ്ജക്റ്റിനും ഡിഫറെൻറ്റ് മാർക്സുകളാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ക്ലിയർ ആണ്. ആ ഡയഗ്രത്തിൽ ഗ്രീൻ കളറിലുള്ളത്. രണ്ടാമത്തെ എക്സാം നോക്കിയാൽ ഒരു ബ്ലൂ കളറാണ്, ഡാർക്ക് ബ്ലൂ. അതിലും 4 സബ്ജക്റ്റിന് 4 ഡിഫറെൻറ്റ് മാർക്സാണ്. ചില മാർക്കുകൾ കൂടിയിട്ടുണ്ട് പ്രീവിയസ് വൺ വെച്ച് നോക്കുമ്പോൾ, ചിലതിനെ കുറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ നോക്കുമ്പോൾ അതിനും 4 സബ്ജക്റ്റിന് 4 ഡിഫറെൻറ്റ് മാർക്കാണ്. ചില സബ്ജക്റ്റിന് കൂടിയിട്ടുണ്ട് പ്രീവിയസ് വെച്ച് നോക്കുമ്പോൾ, ചിലതിനെ കുറഞ്ഞിട്ടുണ്ട്. ഇനി 4ാമത്തെ, അവിടെയും ഒരു അൺഈവൺനെസ് കാണാൻ പറ്റും. ഇനി 5ാമത്തെ നോക്കുമ്പോൾ അത് ഫൈനൽ എക്സാം ആണ്. അതിൽ എല്ലാ മാർക്കും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നല്ല ഹൈ മാർക്കാണ്.
100 വളരെ അടുത്താണ്. അപ്പൊ 5ാമത്തെ പരീക്ഷയ്ക്കാണ് ആ കുട്ടി 4 സബ്ജക്റ്റിനെയും മാർക്ക് ഏകദേശം ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്തത്. ഈ ഒരു ആസ്പെക്റ്റ് ആണ് മെയിൻ്റെനൻസ്. ഇത് നമുക്കിന്ന് ലോകത്തിൽ കൂടിയേ പറ്റൂ. ഇതില്ലെങ്കിൽ ടോട്ടൽ നമ്മുടെ ഇക്വിലിബ്രിയം തെറ്റും. അപ്പൊ നമുക്ക് നോർമലായിട്ട് ജീവിക്കണമെങ്കിൽ ഇപ്പോഴല്ല എപ്പോഴും, അത് ചെറിയ കുട്ടിയാണെങ്കിലും പ്രായമായിട്ടുള്ളവരാണെങ്കിലും ആരാണെങ്കിലും മെയിൻ്റനൻസ് കൂടിയേ പറ്റൂ. അത് ലിവിങ് ആണെങ്കിലും നോൺ ലിവിങ് ആണെങ്കിലും എന്തായാലും പ്രശ്നമില്ല. വിത്തൗട്ട് മെയിൻ്റനൻസ് നോട്ട് ഈസി. ഈ ഒരു വാക്കും അതിൻ്റെ മീനിങ്ങുമാണ് ഞാൻ ഈ എപ്പിസോഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. So for time being, okay, bye.